പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിലെ തിരുത്തലുകൾ മാർച്ച് 21-നകം പൂർത്തിയാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വാർത്ത കൊണ്ടെത്തിക്കുന്നത് മമതയുടെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്നതിലേക്കാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു പോലും. വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ പുതിയ ഓപ്ഷൻ സോഫ്റ്റ്വെയറിൽ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു. ആഹാ, പുതിയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓരോരോ പരിഷ്കാരങ്ങൾ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വ്യാജ വോട്ടർമാരുണ്ടായിരുന്നത് കണ്ടുപിടിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ പുതിയ നീക്കത്തിന്റെ അർത്ഥം. വ്യാജ വോട്ടർ വിഷയം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ച സാഹചര്യത്തിലായിരുന്നു വ്യാജ വോട്ടർമാരെ കണ്ടെത്തുവാനായി സോഫ്റ്റ്വെയറിൽ പുതിയ ഓപ്ഷൻ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക എപ്പിക് നമ്പറിൽ ഒന്നിലധികം പേരുകൾ ചേർത്തിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെ പുതിയ ഓപ്ഷൻ സഹായിക്കും എന്നതാണ് സിസ്റ്റം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഈ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ ആക്ടിംഗ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ദിവ്യേന്ദു ദാസ് കഴിഞ്ഞ ദിവസം ജില്ലകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഒരു വെർച്വൽ മീറ്റിംഗ് നടത്തുകയും തീരുമാനത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇതോടെ മമത പിടിച്ചുകുലുക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൊമ്പ് ആടിയുലഞ്ഞിരിക്കുകയാണ് എന്നാണ് അർത്ഥം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനത്തോടുകൂടി പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കാമെന്ന BJPയുടെ സ്വപ്നം പൂവണിയില്ല എന്ന് തെളിയുകയായി. വ്യാജ വോട്ടർ പട്ടിക കണ്ടെത്താനായി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിനോട് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വ്യാജ വോട്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടിരുന്നു. പടയും പടച്ചട്ടിയുമായിട്ട് മമത കളത്തിലേക്ക് ഇറങ്ങിയതോടെയാണ് പണി പാളിയെന്ന് കമ്മീഷൻ തിരിച്ചറിഞ്ഞത്. ബംഗാളിലെ വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനായി മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചു. ഇതോടെയാണ് പുതിയ തീരുമാനവും പുതിയ മാറ്റവുമായി ഇവരും എത്തിയത്. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും BJP ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വ്യാജ വോട്ടർമാരെ ചേർത്താണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നായിരുന്നു മമതയുടെ ആരോപണം. സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് BJPക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഈ വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്ന ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ പാർട്ടി ശ്രമിക്കും എന്നായിരുന്നു മമതയുടെ പ്രധാന ആരോപണം. കൂടാതെ വോട്ടിരട്ടിപ്പ് വിവാദം മറികടക്കാൻ വോട്ടർ പട്ടിക നിർബന്ധമായും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേറൊരു നീക്കം കൂടി നടത്തിയിരുന്നു. 2022 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടം 26B പ്രകാരം വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും 6B ഫോറം ഉപയോഗിച്ച് തങ്ങളുടെ ആധാർ അതുമായി ബന്ധിപ്പിക്കാം. എന്നാൽ വോട്ടർ ആധാറുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമില്ല എന്നും വോട്ടർക്ക് ഇഷ്ടപ്രകാരം ചെയ്യാമെന്നും 2022 ഇതുമായി ബന്ധപ്പെട്ട കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. വ്യാജ വോട്ടർമാർക്കെതിരെയുള്ള നടപടി എന്ന് പറയുമ്പോൾ അത് BJPക്കെതിരെയുള്ള നടപടി എന്ന് തന്നെയാണ് അർത്ഥം. ഇതോടെ മമത വിജയിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം.